വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഇതൊരു കംപ്ലീറ്റ്ലി റോ വ്ളോഗ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എന്തോ ഏരിയയാണോ സ്ഥലം പേര് പറഞ്ഞത്? എന്ത് പേരിയായിരുന്നു? ഗ്ലെൻമേരി. ഗ്ലെൻമേരി. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി നൈസായിട്ട് ഓഫീസ് ബങ്കിങ്. അതെ അതെ. അപ്പം ഞങ്ങളിതേ ഗ്ലെൻമേരി കാണാൻ വേണ്ടി പോവാണ്. ഗ്ലെൻമേരി എന്ന് പറയുന്നത് ഒരു സ്കോട്ടിഷ് നെയിമാണ് ആക്ച്വലി. പണ്ട് ഇവിടുത്തെ പല സ്ഥലങ്ങൾക്കും സ്റ്റാക്ക് ബ്രൂക്ക് എന്നൊക്കെയാണ് സ്ഥലങ്ങളുടെ പേര്. കാണുമ്പോൾ ഒരു പട്ടിക്കടായിരിക്കും, പക്ഷെ ഇങ്ങനെയുള്ള പല അതെ ലാഡ്രം വൈബ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. മെയ്യുന്ന പുൽമേടകൾ, ഇങ്ങനൊരു വൈബ് സ്ഥലമാണ്. അധികം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാത്തതും ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയാത്തതുമായ ഒരു സ്ഥലമാണ് നമ്മുടെ ഗ്ലെൻമേരി. അതെ, ഇടുക്കിയിലെ പല ഇതുപോലത്തെ ഹിഡൻ സ്പോട്ടുകളും നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. ഇതാണ് അവസ്ഥ. കുറച്ച് എൻ്റെ കെട്ടിയോന്റെ കുന്തളിപ്പ് ഉണ്ടാവും ഓഫ് കോഴ്സ്. ഇതാണ് നമ്മുടെ ആ പറഞ്ഞ ചായക്കട. ഈ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് നമ്മുടെ ചായക്കട. ഇത് ആക്ച്വലി ബത്തേൽ ബത്തേലിൻ്റെ ടീ ഫാക്ടറി ഒക്കെ ഉണ്ട് ഇവിടെ. ബത്തേൽ എന്ന് പറഞ്ഞ ഒരു ടീ പ്ലാന്റേഷൻസിൻ്റെ ആണ് ഇത് മൊത്തം. പണ്ടവർ ഭയങ്കര സംഭവമായിരുന്നു, ഇപ്പം കുറച്ച് ഇടിഞ്ഞു, ബട്ട് സ്റ്റിൽ പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു. സോ ഇതാണ് നമ്മുടെ ചായക്കട. നല്ല തിരക്കാണ് ആക്ച്വലി, പക്ഷെ ഇപ്പം ആരും ഇല്ല, അധികം ആരുമില്ല. കിട്ടും, അത്രയും അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ കുട്ടിക്കാനം വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും കുട്ടിക്കാനത്ത് നിന്ന് താഴേക്ക് പോകുമ്പം പള്ളിക്കുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ പള്ളിക്കുന്ന് റൈറ്റിലേക്ക് പോകുമ്പം ഗ്ലെൻമേരി റോഡ് കിട്ടും. ഗ്ലെൻമേരി റോഡിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ടീ ഫാക്ടറി കിട്ടും. നല്ല അടിപൊളി സ്ഥലമാണ്. ഉണ്ട് കേട്ടോ, ഈ പ്ലാന്റേഷൻ ഏരിയൻ്റെ തന്നെ ഒരു ചായക്കടയാണ്. കുറേ പേരുണ്ട്, കണ്ടില്ലേ? നമുക്കിവിടെ എത്ര നേരം നിന്നാലും മതി വരില്ല. ഇതുപോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ആ സ്ഥലങ്ങളൊക്കെ ഇപ്പം കോടയിൽ ആഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മൺസൂൺ സീസണിൽ വരണം, മൊത്തം കോടയായി. ഇപ്പം പറഞ്ഞതുപോലെ പെട്ടെന്നാണ് ഇവിടുത്തെ കാലാവസ്ഥയിൽ ഒരു ചേഞ്ച് വരുന്നത്. ആ വിറ കൈ നിട്ടതല്ല ഗൈസ്, ശരിക്കും വിറക്കുന്നതാണ്. അത്ര വിറയില്ല കേട്ടോ. കണ്ടോ, മൊത്തം കോട കൂടി. പക്ഷെ ഇതിനൊരു ബ്യൂട്ടി ഉണ്ടല്ലേ. സിനിമയിലെടുത്തു, ഇടയ്ക്ക് ഞാൻ സിനിമയിലെടുക്കും. കണ്ടോ, അത് പുകയല്ല ഗൈസ്, ദാറ്റ് ഇസ് കോട. നമ്മളിപ്പോ പോകുന്ന ലൊക്കേഷൻ ലാഡ്രം എസ്റ്റേറ്റിലേക്കാണ്. ജോലി കഴിഞ്ഞ് വരുന്ന തേയിലത്തോട്ടത്തിലെ ആൾക്കാർ. പിന്നെ അത് ബേസിക് തിങ്സ് അംഗനവാടി വിസിറ്റ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ലാഡ്രം എസ്റ്റേറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് നമ്മളെ വട്ടവടയായി കാണിക്കുന്ന ചാർലിയുടെ ലൊക്കേഷൻ ഉള്ളത്. സോ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണേ. കുറേ പേരുണ്ട് കേട്ടോ.
വീട്ടിൽ വന്നിട്ടുണ്ട്. സോ ആ സമയത്ത് മഴയൊക്കെയുള്ള ടൈമാണ്. മഴ ഇപ്പം ഇതാണ് ആക്ച്വലി ലാഡ്രം എസ്റ്റേറ്റ്. ഞാൻ മുന്നേ ഒരിക്കൽ വന്നിട്ടുണ്ട്. ഇതുപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു തവണ വരാം. ഇപ്പം നല്ല മഴയുണ്ട്. ഞാൻ മഴ നനഞ്ഞാണ് ടച്ചപ്പ്. സോ നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നു പോവുകയാണേ. ഉള്ളിലേക്ക് നമുക്ക് വണ്ടി അലൗ ചെയ്യില്ല. അവരുടെ മാത്രം വണ്ടി, ട്രാക്ടറും അങ്ങനത്തെ കുറച്ച് വണ്ടി മാത്രമേ അവർ അലൗ ചെയ്യുള്ളൂ. എന്താ അത്? ഓ സോ സ്വീറ്റ്. അല്ല താഴെ നോക്കി നടന്നിട്ടില്ലെങ്കിലേ പിന്നെ ചിരിക്കുമ്പോ പല്ലിന്റെ ഇടയിൽ ഇരുട്ടുണ്ടാവും. ഇരുട്ടോ? വിടവെന്നായിരിക്കും ഉദ്ദേശിച്ചത്. ഒരാളൊരു കൊടയൊക്കെ ആയിട്ട് വന്നതാ. ആ കൊടയൊന്ന് കാണിച്ചേ. ഇതെന്താ ഇത്? അരിപ്പേ? ഏതാ പിടിക്കണ്ടേ? എന്താ പിടിച്ച്? ഇലയോ? തേമേ ദേ ഈ തൂങ്ങിക്കിടക്കുന്ന ഇല പറിക്കി. ഇതാണ് ആ ലൊക്കേഷൻ. യൂഷ്വലി ഇവിടെ ഒരുപാട് ആൾക്കാർ ഉണ്ടാവാറുണ്ട്. ഇത്തവണ ആൾക്കാർ ഇച്ചിരി കുറവാണ്. മേ ബി മഴ ആയതുകൊണ്ടായിരിക്കും. ലൊക്കേഷൻ ആയിട്ട് കാണിക്കുന്ന സ്ഥലം ശരിക്കും ഇത് വട്ടവടയിലല്ല, നമ്മുടെ പീരുമേട്ടിലാണ്. ലാഡ്രം എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ എസ്റ്റേറ്റാണിത്. ഇവിടെ കുറേ പേരിങ്ങനെ വരുന്നുണ്ട് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ. ഒരു വൺ ടൈം വാച്ചാണ്. ഞാൻ ഇതിനു മുന്നേ വന്നിട്ടുണ്ട്. ഇതുപോലെ ടൂറിസ്റ്റ് ഒക്കെ വരുമ്പോൾ ഞാൻ അവരെയും കൂട്ടി ഇങ്ങോട്ട് വരും. നമ്മൾ പിന്നെ ഇവിടുത്തുകാരായത് കൊണ്ട് ഇതുപോലത്തെ ടൂറിസ്റ്റ് വരുമ്പോൾ ഞാൻ അവരെയും കൂട്ടി ഇവിടെ വരും. ഇതാണ് നമ്മുടെ ചാർലിക്കുളം. ഒരു വൺ ടൈം വാച്ചിനുള്ളതുണ്ട്. അതെ, ഇതുപോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ, വീഡിയോസൊക്കെ എടുക്കുന്നതൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വന്നൊന്ന് കണ്ടിട്ടൊക്കെ പോവാം. കാണാനുള്ള സ്ഥലം ഉണ്ടല്ലേ? കറക്കി കിട്ടിയില്ലെങ്കിലോ? നമുക്ക് ആ പോയിന്റും കൂടെ ഒന്ന് കാണിക്കാം. ഓ ആ പോയിന്റ് അല്ലേ? ഓ തട്ടിപൊളി പോയിന്റ്. ഞങ്ങൾ മുന്നേ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഇതൊരു മൊട്ടക്കുന്നായിരുന്നു. ഇപ്പൊ പക്ഷെ ഇത് പച്ചക്കുന്നാണ്. ആ വെള്ളത്തിലൂടെ ഒക്കെ ചാടിപ്പോയി. ആ വെള്ളം പോകുന്ന ലൊക്കേഷൻ നോക്കിയേ. അതാണ് നമ്മുടെ മെയിൻ പോയിന്റ്. പക്ഷെ എനിക്ക് ഇതിൽ കൂടെ നടക്കാൻ ഞാനില്ല. സാഹസികമായി നടക്കുകയാണേ. ഇത് പാടാ നടക്കാൻ. മറ്റേ ഈ വീഡിയോ 1 മില്യൺ അടിക്കണം എന്നാണ്. അതടിക്കില്ലായിരിക്കും, പക്ഷെ എന്നാലും നല്ല റീച്ച് കിട്ടി ഞാൻ വലിയൊരു യൂട്യൂബർ ആവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് മീമാവും. വലിയൊരു യൂട്യൂബർ ആവണം. മീമായാലും എന്തായാലും എനിക്ക് വിഷയമില്ല. എനിക്ക് യൂട്യൂബർ ആയാൽ മതി. എന്നിട്ട് വേണം എനിക്ക് കുറേ സ്ഥലത്തെല്ലാം. അപ്പൊ ശരി, എല്ലാവരും ഇത് കണ്ട് വിജയിപ്പിക്കണം. എല്ലാം ഓള് പറഞ്ഞാലേ.